സന്തോഷത്തിന്റെ ഒരു ഉണ്ടംപൊരി, അതിന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ, എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുടെ ഇവൻ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എൻ്റെ സ്വന്തം ഷെരീഫിക്കയുടെ അടുത്താണ്. അതേപോലെ തന്നെ ക്യൂബ്സിലോൾ, പിന്നെ സൗഹൃദങ്ങൾ. അത് സിനിമയും സൗഹൃദങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അതിലൊരു മാജിക് ഉണ്ട്. ആ ഒരു മാജിക്കാണ് ഇവിടെ കാട്ടാളനിൽ നടക്കുന്നത്. പോള് എൻ്റെ കൂട്ടുകാരനാണ്, കുറേ വർഷത്തെ പരിചയമുള്ളതാണ്. അതേപോലെ തന്നെ ഷെരീഫിക്കനെ എനിക്ക് കുറേ നാളായിട്ട് പരിചയമുള്ളതാണ്. ഷെരീഫിക്കായിട്ട് പരിചയപ്പെട്ടത് ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഇതായിട്ട് ബന്ധപ്പെട്ടാണ് പരിചയപ്പെട്ടത്. അങ്ങനെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ, ദുബായിൽ വെച്ച് കാണുമ്പോഴും നാട്ടിൽ വെച്ച് കാണുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു സിനിമ ചെയ്യാം, സ്ക്രിപ്റ്റ് വന്നാൽ പറയണം, അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സംസാരിക്കാറുണ്ട്. അത് ചുമ്മാ ഞാനപ്പോൾ വിചാരിച്ചത് ചുമ്മാ തമാശക്ക് പറയുന്നതാണ് എന്ന് വിചാരിച്ചത്. പക്ഷെ പറഞ്ഞു കളി കാര്യമായി. അതങ്ങനെ കാട്ടാളൻ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പോൾജീനെ പറ്റി പറയാനുള്ളത്, പോള് നേരത്തെ എന്നെ പറ്റി പറഞ്ഞു, ഇപ്പൊ ഒരു 5 സ്ക്രിപ്റ്റ് അവൻ എഴുതി, അതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പോള് വന്ന് കഥ പറയും, ഞാൻ എടാ നമുക്ക് ചെയ്യടാന്ന് പറയും. അത് കഴിഞ്ഞിട്ട് പോള് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പോകും. അപ്പൊ അത് നടക്കൂല. അപ്പൊ എനിക്ക് പോളില് കണ്ട ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളില് പരിഭവമില്ല. ഇപ്പൊ സ്ക്രിപ്റ്റ് നടന്നില്ല അല്ലെങ്കിൽ സിനിമ നടക്കല്ല എന്ന് പറഞ്ഞാലും പോളിലൊരു സങ്കടമില്ല. പോള് എപ്പോഴും കീപ് വർക്കിംഗ് ആണ്. അടുത്ത സ്ക്രിപ്റ്റ് എഴുതും, അപ്പോഴും അത് പരാജയപ്പെടും, അടുത്ത സ്ക്രിപ്റ്റ് എഴുതും, പിന്നെയും എഴുതി ഇങ്ങനെ പോള് കാട്ടാറിലേക്ക് എത്താണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇതൊരു വലിയ ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ അടിപൊളി സിനിമയായിട്ട് മാറട്ടെ. നമ്മുടെ മലയാള സിനിമയെ പ്രൗഡാക്കുന്ന ഒരു സിനിമയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പൊ പോളെ അറിയാ, നമുക്ക് പൊളിക്കണ്ടേ? അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് ജെറോമിന്റെ വീട്. അവിടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തിരിഞ്ഞു നടന്ന ആൾക്കാരാണ്. അപ്പോൾ അവൻ എന്നെയും ഞാൻ അവനെയും എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ജെറോം കൂട്ടുകാരെല്ലാവരും കൂടി, ഇപ്പൊ ജെറോം സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അതേപോലെ തന്നെ ജോബി ചേട്ടനായിട്ടും പരിചയമുണ്ട്, പോളായിട്ടും പരിചയമുണ്ട്. അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ നിന്ന് പടം ചെയ്യാനായിട്ട് ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയതിൽ ആ ഭാഗ്യം ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഏറ്റവും ഭംഗിയാക്കാനായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും നാളും തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. ഈ സപ്പോർട്ട് ഇനിയും നമ്മുടെ കാട്ടാളൻ സിനിമയ്ക്ക് ഉണ്ടാവണം. നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നന്ദി. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കരിയറിൽ ഒരുപാട് ടേണിംഗ് പോയിന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം, ഡെബ്യൂ ഫിലിം എന്ന് പറയുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അതിനുശേഷം രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് 3 നായകന്മാരിൽ ഒരാളായി പ്രിയദർശൻ എന്നെ കാസ്റ്റ് ചെയ്തു. ശ്രീനിവാസൻ, മുകേഷും ഞാനും. ഓടരുത് മാവ ആളറിയാം. അങ്ങനെ ഒരുപാട് ടേണിംഗ് പോയിന്റ്സ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇൻ ഹരിഹർ നഗർ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതിലെ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം, അതേപോലെ സ്ഥലത്തെ പ്രധാന പയ്യൻസ്, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ടേണിംഗ് പോയിന്റ്സ് ഉണ്ട്. പക്ഷേ ഒരു നെഗറ്റീവ് റോളിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് മാർക്കോയിലെ ടോണി ഐസക്. അതിന് എനിക്ക് തീർച്ചയായിട്ടും ഷെരീഫ് മുഹമ്മദ് എന്ന പ്രൊഡ്യൂസറോട് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുണ്ട്. ഹനീഫ് അദേനി എന്ന സംവിധായകനോട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എന്നെ കാസ്റ്റ് ചെയ്ത് എന്നോട് ആദ്യം കഥ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനിത് ചെയ്താൽ ശരിയാവുമെന്ന് ഹനീഫിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ശരിയാവും ജഗദീഷ് ഏട്ട എന്ന് പറഞ്ഞ ആ കോൺഫിഡൻസ് അത് തന്നെയാണ് ഈ തരത്തിൽ ഇത്ര വിജയകരമായി ഈ റോള് അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അതിനുശേഷം പോൾ ജോർജ് എന്നോട് കാട്ടാളന്റെ കഥ പറഞ്ഞു. ഇത് ഒരു സെലിബ്രേഷൻ അപ്പുറം കാട്ടാളന്റെ കാട്ടാളൻ എന്ന ചിത്രത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രതിജ്ഞയാണ്. പ്രേക്ഷകരെ ആത്മാർത്ഥതയോടെ പ്രതിബദ്ധതയോടെ രസിപ്പിക്കും എന്ന പ്രതിജ്ഞയാണ് ഈ ചടങ്ങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഒരു സെലിബ്രേഷൻ അല്ല. ഇത് നമ്മളെല്ലാവരും എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു പ്രോജക്റ്റ്. ഓരോ പ്രോജക്റ്റും അതിന്റെ സീരിയസ്നെസ്സോട് കൂടി പ്രേക്ഷകർ അവൻ കാശ് മുടക്കി കാണുമ്പോൾ അതിന്റെ ഓരോ എലിമെന്റിലും അതിൻ്റെതായിട്ടുള്ള സിൻസിയറിറ്റി ടെക്നീഷ്യൻസിന്റെ ഭാഗത്തു നിന്നും ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ആ ബേസിക് സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോജക്റ്റ് വിജയിക്കൂ. ആ സിൻസിയറിറ്റി, ആ ഹാർഡ് വർക്ക് ഏറ്റവും പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രേക്ഷകരാണ് നമുക്കുള്ളത് എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഇനി പേഴ്സണലായിട്ട് ഒരു കാര്യം കൂടി പറയാം. ബിനോയ്, എല്ലാവരും എന്നോട് ചോദിക്കും എൻ്റെ സ്ക്രീൻ ലൈഫിലെ റീലിലെ ഏത് ക്യാരക്ടറുമായിട്ടാണ് എൻ്റെ വ്യക്തിപരമായ സ്വഭാവം ചേർന്നിരിക്കുന്നത്. ചിലർ പറയും ഞാൻ ഹരിഹർ നഗറിലെ അപ്പുക്കുട്ടനെ പോലെയാണ്, ഇന്നസെന്റ് ആയിട്ടുള്ള മണ്ടത്തരമുള്ള ആളാണ്. ചിലർ പറയും അല്ല, മാർക്കോയിലെ ടോണി ഐസക്കിനെ പോലെയാണ്, അയാൾ ഷ്രൂഡാണ്, വളരെ ക്രൂവലാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇന്ന് ഞാനൊരു രഹസ്യം പോളിന്റെ അനുവാദത്തോടെ ഞാൻ ഇവിടെ പറയുകയാണ്. കാട്ടാളനിലെ അലിയെ പോലെ ആയിരിക്കും ഞാൻ, അല്ലെങ്കിൽ അലിയെ പോലെയാണ് ഞാൻ, അത്രമാത്രം ഞാൻ പറയാം. സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ സോഫ്റ്റ് ആണ്, ഞാൻ ഹാർഷാണ്, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ സെന്റിമെന്റലാണ്, ഞാൻ ഇമോഷണലാണ്. ആവശ്യം വന്നാൽ 2 അടി അടിക്കാൻ തയ്യാറുള്ളവനാണ്. That is Ali of Kattalam. Thank you so much. Thank you so much for this a very beautiful evening. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. Well, good evening everyone. Thank you for joining us. Anthony, why so serious, man? Well guys, I'm very thankful today. Sharif, this is our second collaboration. I'm very glad that I'm part of Kattalam again. Paul, thank you for giving me Eddie. Guys, agar Cyrus 4% hai, so Eddie is 200%. It's gonna be a crazy film जो मलयालम में बनी होगी. So I'm grateful, Sharif bhai, and I'm very happy for you. You know, Marco was a huge success, and this is going to be one more huge and huge. Guys, जितना प्यार आपने मार्को को दिया है, जो blessings आपने मार्को को दिए हैं, so please give to Kattalam also. I'm sure आप disappoint नहीं होंगे. You won't disappoint, guys. Thank you for loving Cyrus. Thank you for loving Kabir. Without you guys, I'm nothing. It's been 10 years in the industry, 75 plus films all over India, Hindi, Punjabi, Tamil, Telugu, Kannada, Malayalam, and especially after Marco, the love I got from Kerala. I've got some 20,000 messages for Marco that they accepted me with whole heart. So thank you, Sharif. And Hanif bhai is not here. Thank you, Hanif sir, for giving Marco and giving me Cyrus. It's for lifetime. Thank you. Thank you, Paul. Thank you. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ഹിയർ. ജനറലി ആസ് ഫിൽം മേക്കേഴ്സ്, ബീറ്റ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ, വീട്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സെറ്റുകളിലാണ്. ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പം ആ സിനിമയിൽ ഞങ്ങൾ പ്രവർത്തിച്ച എല്ലാവരും കൈൻഡ് ഓഫ് ബിക്കംസ് യുവർ ഫാമിലി. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം that before even taking the first shot of this film, that this entire set or the entire crew and cast feels like family to me already. So the biggest reason is Cubes Entertainment, Sharifika and Jumana, because I feel like as a production house they are giving such a warm feeling to everybody who's joining this team, including me. Karanam bhasha kyadidamai പല ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആക്ടേഴ്സും ടെക്നീഷ്യൻസും ജോയിൻ ചെയ്യുന്ന ഒരു സിനിമ കൂടി ആയതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് ദം ഫീൽ വെൽക്കം ആൻഡ് മേക്ക് ദം ഫീൽ കംഫർട്ടബിൾ ടു ഗിവ് ദർ ബെസ്റ്റ് ഔട്ട്പുട്ട്. സോ ഐ തിങ്ക് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് അസ് ഫീൽ ദാറ്റ്. പോളിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഇതുപോലെ തന്നെ ഭയങ്കര കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ദിസ് ഇസ് നോട്ട് ഹിം.
എഴുതി വെച്ചിരിക്കുന്ന ഇതിൻ്റെ എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പെപ്പയ്ക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് മൈ ജേർണി ഫോർ കാട്ടാളൻ. ആൻഡ് ഐ എം പ്രിറ്റി ഷുവർ, ഐ മീൻ പെപ്പ ഈസ് ഓൾറെഡി എ പ്രൂവൺ ആക്ടർ, ഹീ ഈസ് എ സൂപ്പർ സ്റ്റാർ. പക്ഷേ ദിസ് ഇസ് ഗോണ ടേക്ക് ഹിം ടു much bigger heights. അടുത്തൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാൻ പെപ്പയ്ക്ക് സാധിക്കട്ടെ. ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഹിയർ. ജഗദീഷ് ഏട്ടാ, സിദ്ദിഖ, എവറിബഡി, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ വൺസ് അഗൈൻ. ആൻഡ് ഒരുപാട് നമ്മൾ തന്നെ ബിൽഡപ്പ് കൊടുക്കണ്ടല്ലേ. വി ജസ്റ്റ് ഹോപ്പ് ദാറ്റ് all this effort will pay off in the very end, and we hope this support, ഇന്ന് നിങ്ങൾ ഇവിടെ തരുന്ന support, will be there even after 100 days of the release of the film. Thank you so much once again. ഒരുപാട് സന്തോഷം. ഇതെൻ്റെ കുടുംബത്തിൽ നടക്കുന്നൊരു ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഷെരീഫിനെ പരിചയപ്പെടുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് എനിക്കറിയാവുന്നത് ജുമാനയാണ്. ജുമാനയുടെ കുടുംബത്തിലുള്ള എല്ലാവരുമാണ് വളരെ നേരത്തെ എനിക്കറിയാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന ഒരു പുതിയാപ്പിളയാണ് ഷെരീഫ്. അങ്ങനെ ഞാൻ ഷെരീഫിനെ പരിചയപ്പെടുന്നത് ഒരുപാട് കാലം മുമ്പേ അറിയാം. പല പല ബിസിനസ്സായിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ്. സിനിമയിലേക്ക് വരാനുള്ള പ്ലാനൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ പലപ്പോഴും എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ചില പ്രോജക്റ്റുകൾക്കായിട്ട് തുടങ്ങാൻ പോയപ്പോൾ ഞാൻ തന്നെയാണ് അത് നിരുത്സാഹപ്പെടുത്തിയത്. അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. പക്ഷെ പിന്നീടാണ് ഈ മാർക്കോ എന്ന പ്രോജക്റ്റുമായിട്ട് വരുന്നത്. അപ്പോൾ ഹനീഫ് അദേനിയും ഉണ്ണി മുകുന്ദനുമായിട്ട് ചേർന്നിട്ടൊരു പ്രോജക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനതിനകത്ത് ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് ഹനീഫുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മാർക്കോയുടെ ഭാഗമായിട്ട് ഞാനും ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. പക്ഷേ ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഷെരീഫിൻ്റെ ഒരു മിടുക്ക് മനസ്സിലാവുന്നത്. ആ സിനിമ എത്ര കണ്ട് ഹൈപ്പ് അതിനുണ്ടാക്കാമോ, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ആ സിനിമ മാർക്കറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കാമോ എന്നുള്ളതെല്ലാം ഷെരീഫിൻ്റെ തീരുമാനങ്ങളായിരുന്നു. അങ്ങനെ മാർക്ക് ഒരു വൻ വിജയമായി. ഷെരീഫ് സിനിമ എന്താണെന്ന് പഠിച്ചു തന്നെയാണ് സിനിമയിൽ വന്നത്. ഒരു സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊക്കെ മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഷെരീഫ്. അപ്പോൾ വീണ്ടും കാട്ടാളൻ എന്ന് പറയുന്ന സിനിമയുടെ പൂജ പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു മെമ്മൻറ്റോ കൊടുത്തുകൊണ്ടായിരിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാധാരണ ഒരു സിനിമ ഹിറ്റായി കഴിയുമ്പോഴല്ലേ നമ്മളവർക്ക് മെമ്മൻറ്റോ കൊടുക്കുക എന്ന് ചോദിച്ചപ്പോൾ ഷെരീഫ് പറഞ്ഞത്, നമുക്ക് മെമ്മൻറ്റോ ആദ്യമേ കൊടുത്തു വെച്ചേക്കാം, അപ്പോൾ പിന്നെ പടം അവർ ഹിറ്റാക്കിക്കോളുമല്ലോ, അത് അവരുടെ ബാധ്യതയായിക്കോളും. അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ച് ഒരു വേറെ രീതിയിൽ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. തീർച്ചയായും ഇത് ശ്രദ്ധിക്കപ്പെടുന്നൊരു സിനിമയായി മാറും. മലയാളത്തിൽ ഇത്രയും ഒരു വലിയ സിനിമ ഉണ്ടാക്കാനുള്ള ഒരു ധൈര്യവും കാണിച്ച ഷെരീഫിനെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സിനിമയുടെ ഒരു ഭാഗം ആകാൻ കഴിഞ്ഞതിൽ ഞാനും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഒരു വേദിയിൽ നിൽക്കുമ്പോൾ. പിന്നെ പടത്തിൻ്റെ കാര്യം നമുക്ക് പറയണ്ടല്ലോ, അവിടെ ഗ്യാരണ്ടി 2 പീസ് നിൽക്കുന്നുണ്ട്. ഷുവർ ഷോട്ട് ഹിറ്റാണ്. സോ ഷെരീഫ് ക ആൻഡ് പോൾ സാർ, അടിപൊളിയാവട്ടെ. എല്ലാവർക്കും വന്നതിലും കണ്ടതിലും വളരെ സന്തോഷം. താങ്ക് യു. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഹനീഫിൻ്റെ പേരാണ്. ഹനീഫ് ഇവിടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഹനീഫ് അദേനി ഉണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് ടു യു ഓൾസോ. ബാക്കി എല്ലാവരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇന്ന് ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. പോൾ എൻ്റെ കൂടെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പോൾ പോളിൻ്റെ സിനിമ തുടങ്ങുന്ന വേദിയിൽ പോളിനോടൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. വലിയ വിജയമാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. കാട്ടാളൻ്റെ വലിയ എന്താ പറയുക, ഇത്രയും വലിയൊരു ഇവൻറ്റ് ഇവിടെ നടക്കുമ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറയായിരുന്നു, ഫസ്റ്റ് ഡേ റെക്കോർഡ് കളക്ഷൻ സെറ്റായല്ലോ എന്ന് ഞാൻ പറയായിരുന്നു. അത്രയ്ക്കും ഇത്ര വലിയൊരു ക്യാൻവാസിൽ ഒരു പടം തുടങ്ങുക എന്ന് പറയുമ്പോൾ ഈ പടം തിയേറ്ററിൽ എത്തുമ്പോൾ എത്രത്തോളം വലുതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും അത് ഒരു വലിയ വിജയമാകട്ടെ, മാർക്കോ പോലെ തന്നെ. പിന്നെ ഇപ്പോൾ ഷെരീഫ് ബ്രോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പേഴ്സണലി എൻ്റെ ഒരു മോശം ദിവസത്തിനെ ഒരു നല്ല ദിവസമാക്കാൻ കഴിവുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്കിപ്പോൾ ഷെരീഫ് ബ്രോനെ, അത് എൻ്റേന്ന് മാത്രമല്ല പലരുടെയും. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും പോസിറ്റീവാണ് ഡൂഡ്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പുള്ളിനോട് എപ്പോഴും പറയാനുള്ളത്.
താങ്ക് യു മാം. അപ്പോൾ വേറെ ഒന്നും ഇതിൽ കൂടുതൽ പറയാനില്ല. കാട്ടാളൻ തീർച്ചയായും വലിയ വിജയമായിരിക്കും. താങ്ക് യു. ഭയങ്കര സന്തോഷമുണ്ട് ഒരു മാസ് പൂജയ്ക്ക് വിളിച്ചത്. അതേപോലെ തന്നെ ഈ പടം കാട്ടാളൻ അതേപോലെ ഒരു മാസ് ഫിലിം ആവട്ടെ എന്ന് ഞാൻ ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു. പെപ്പയുടെ ഒരു ഇടിവെട്ട് പടാവട്ടെ എന്ന് പറയും, ഒരു ചേഞ്ച് ഫിലിം ആവട്ടെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. എന്നോട് ക്ഷണിച്ച പ്രൊഡ്യൂസറും ഡയറക്ടറും പെപ്പൂസിലൂടെയാണ് ഞാൻ വന്നത്. വളരെ സന്തോഷം തന്നെയാണ്. പിന്നെ മാർക്കോൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ മറ്റേ അനീഫ്ഖൻ്റെ കൂടെ എനിക്ക് പടത്തിൽ അഭിനയിക്കാൻ 2 പടത്തിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയില്ലേ, മറ്റേ മമ്മൂക്കൻ്റെ കൂടെ. അപ്പം മമ്മൂക്ക പറയാറുണ്ട്, ഒരു വട്ടം പറഞ്ഞാണ് അനീഫ്ക്ക ആവനാഴി എന്ന് പറയും, അത്രയധികം കഥകളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ അനീഫ്ക്ക ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച എൻ്റെ സംഘാടകർക്കും നല്ലൊരു 1 ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു എല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇത് സാധാരണ ഒരു വേദിയല്ല. തീർച്ചയായിട്ടും എൻ്റെ ഇച്ഛാക്കയുടെ ആദ്യത്തെ ഒരു സംരംഭം അതിൻ്റെ ഒരു വേദിയാണ്. സോ ഐ എം റിയലി നെർവസ്. ഒരുപാട് വേദികളിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് കുറച്ച് കൂടുതൽ നെർവസ് ആണ്. സോ നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹങ്ങൾ വേണം. ആൻഡ് എന്തായാലും ഉപ്പയും ഇതൊക്കെ കാണുന്നുണ്ട്. ആൻഡ് എവറിത്തിങ് വിൽ ബി ഗുഡ്. നിങ്ങളുടെ എല്ലാവരും പ്രയാസ് കാരണമാണ് തീർച്ചയായിട്ടും മാർക്കോ ഇത്ര വലിയൊരു വിജയമായി. ഇന്ന് നമ്മൾ കാട്ടാളൻ്റെ ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ അത് മാർക്കോനൊക്കെ തന്ന എല്ലാ സപ്പോർട്ടും നിങ്ങളെല്ലാവരും തരണം. ആദ്യമായിട്ടാണ് നമ്മുടെ ഡിയറസ്റ്റ് ഡയറക്ടർ പോൾ ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ പുള്ളീനും സപ്പോർട്ട് ചെയ്യണം. എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഉഷാറാക്കണമെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു.